ബഹുമാനമുള്ള സഹോദരന്മാരെ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം നമ്മിൽ നിന്ന് വിട പറയുകയാണ്. ഇന്നലെ വൈകിട്ട് മാസപ്പിറ കാണാത്തതിൻ്റെ പേരിൽ ഇന്ന് റബീഉൽ അവ്വൽ 30 ഇതുവരെ തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത്. അടുത്ത വർഷം ആദരവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500ാമത് ജന്മദിനത്തിൽ പങ്കുകൊള്ളാനും അതിൽ പങ്കാളികളാകാനും നമ്മിൽ ആരൊക്കെ ഹയാത്തിലായി ഉണ്ടാകും എന്ന് നമുക്കറിയില്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശുദ്ധമായ റബീഉൽ അവ്വലിൽ നാം കൂടുതൽ അറിയുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ റസൂലുമായി ബന്ധപ്പെട്ട് നാം നേടിയെടുക്കേണ്ട അല്ലെങ്കിൽ ദൃഢമായി നമ്മിൽ ഉറക്കേണ്ട വിശുദ്ധ റബീഉൽ അവ്വലിലൂടെ നാം നേടിയെടുക്കേണ്ട 2 കണക്ഷനുകൾ, 2 ബന്ധങ്ങളുണ്ട്, ദൃഢമായ ബന്ധങ്ങൾ. റബീഉൽ അവ്വൽ എല്ലാ വർഷവും നമ്മിലേക്ക് കടന്നു വരുന്നത് ഒരർത്ഥത്തിൽ ആ ബന്ധം ദൃഢമാക്കാൻ കൂടിയാണ്. ഒന്ന് മഹബ്ബത്തിലൂടെയുള്ള ബന്ധമാണ്, രണ്ടാമത്തത് ഇത്തിബാഇലൂടെയുള്ള ബന്ധമാണ്. അള്ളാഹുവിന്റെ റസൂലിനോടുള്ള മഹബ്ബത്തിലൂടെയുള്ള കണക്ഷനും ഇത്തിബാഇലൂടെയുള്ള ബന്ധവും ദൃഢമാക്കാൻ, അത് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ഉറപ്പിക്കാനുള്ള ഒരു പ്രചോദനമായിട്ടാണ് വിശുദ്ധമായ റബീഉൽ അവ്വൽ എല്ലാ വർഷവും നമ്മിലേക്ക് കടന്നു വരുന്നത്. മഹബ്ബത്തിലൂടെയുള്ള ബന്ധം, മഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂലിനോടുള്ള നമ്മുടെ സ്നേഹവും ആ സ്നേഹത്തിന്റെ പ്രകടനങ്ങളും. റബീഉൽ അവ്വലിൽ നാം പറയുന്നതും നാം ചെയ്തതും നാം ചെയ്യുന്നതും ഒക്കെ ആ മഹബ്ബത്തിന്റെ ഭാഗമാണ്. ഇത് മൗലിദാണെങ്കിലും റാലിയാണെങ്കിലും അന്നദാനാണെങ്കിലും അതെല്ലാം അള്ളാഹുവിന്റെ റസൂലിനോടുള്ള മഹബ്ബത്തിന്റെ ഭാഗമാണ്, അതിന്റെ അടയാളമാണ്, അതിന്റെ പ്രകടനമാണ്. റസൂലുമായിട്ടുള്ള നമ്മുടെ ആ മഹബ്ബത്ത് കൂടുതൽ ദൃഢമാകണം. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങൾ എപ്പോഴാണ് യഥാർത്ഥ വിശ്വാസിയാകുന്നത്? ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. സ്വന്തം മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, മറ്റു മുഴുവൻ ബന്ധങ്ങളെക്കാൾ, ദുനിയാവിലുള്ള മറ്റ് മുഴുവൻ ജനങ്ങളെക്കാൾ, ബന്ധപ്പെടുന്ന മുഴുവൻ മേഖലകളെക്കാൾ, ആളുകളെക്കാൾ ഒക്കെ ഹത്താ അകൂന അഹബ്ബ ഇലൈ, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ ആകാതെ, ഖാല റസൂലുള്ളാഹി, അതിനേക്കാളൊക്കെ നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടണം, എന്നോട് മഹബ്ബത്ത് വെക്കണം. സ്വന്തം മാതാപിതാക്കളെക്കാൾ, ഭാര്യ മക്കളെക്കാൾ ഒക്കെ റസൂലിനോട് മഹബ്ബത്ത് വെക്കുമ്പോഴാണ് എങ്കിലേ ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാകൂ എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അതുകൊണ്ട് ആ മഹബ്ബത്തിലൂടെയുള്ള റസൂലിലേക്കുള്ള നമ്മുടെ ബന്ധം അത് കൂടുതൽ നമ്മൾ ഓരോരുത്തരും ആത്മപരിശോധന നടത്താനും
ഇതിലുള്ള പോരായ്മകൾ പരിഹരിക്കാനും വിശുദ്ധമായ റബീഉൽ അവ്വൽ നമുക്ക് പ്രചോദനമായിരിക്കണം. രണ്ടാമത്തത് ഇത്തിബാഅ്. ഇത്തിബാഅ് എന്ന് പറഞ്ഞാൽ പിൻപറ്റുക. അള്ളാന്റെ റസൂലിന്റെ ജീവിതം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരിക. ഇത്തിബാഅ് കൊണ്ടുള്ള ഉദ്ദേശം അതാണ്. റസൂല് പഠിപ്പിച്ച ചെയ്യാൻ, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറഞ്ഞിട്ടുള്ള ഫർള് ആയതും സുന്നത്തായതും ആയ എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരിക. അതാണ് ഇത്തിബാഅ്. പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഫത്തബിഊനി, എന്നെ നിങ്ങൾ ഇത്തിബാഅ് ചെയ്യുക, എന്നെ നിങ്ങൾ അനുസരിക്കുക, എന്നെ നിങ്ങൾ പിൻപറ്റുക. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ, അല്ലാഹുവിനോട് നിങ്ങൾക്ക് മഹബ്ബത്തുണ്ടെങ്കിൽ, അല്ലാഹുവിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഫത്തബിഊനി, എന്നെ നിങ്ങൾ പിൻപറ്റുക, ഇത്തിബാഅ് ചെയ്യുക. യുഹ്ബിബുകുമുല്ലാഹ്, എങ്കിൽ അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരികയും ചെയ്യും. പരിശുദ്ധമായ ഖുർആൻ. ഫത്തബിഊനി, എന്നെ നിങ്ങൾ ഇത്തിബാഅ് ചെയ്യുക, എന്നെ നിങ്ങൾ പിൻപറ്റുക. ഈ മഹബ്ബത്തും ഈ ഇത്തിബാഉം ഇത് രണ്ടും പരസ്പര പൂരകങ്ങളാണ് എന്നാണ്. മഹബ്ബത്തും, അള്ളാന്റെ റസൂലിനോടുള്ള മഹബ്ബത്തും റസൂലിനോടുള്ള ഇത്തിബാഉം ഇത് പരസ്പര പൂരകങ്ങളാണ്. യഥാർത്ഥ മഹബ്ബത്ത് ഒരാൾക്കുണ്ടെങ്കിൽ അവിടെ ഇത്തിബാഅ് വരും. യഥാർത്ഥ ഇത്തിബാഅ് ഒരു മനുഷ്യനുണ്ടെങ്കിൽ അവിടെ മഹബ്ബത്തും വരുമെന്നാണ്. ഒരു യഥാർത്ഥ മഹബ്ബത്ത് ഒരാൾക്കുണ്ടെങ്കിൽ, ഒരാൾക്ക് റസൂലിനോട് വലിയ മഹബ്ബത്താന്നാണ് പറയുന്നത്. ധാരാളം മൗലിദൊക്കെ കഴിക്കാറുണ്ട്, ധാരാളം മദ്ഹ് പരിപാടികളൊക്കെ അതൊക്കെ സംബന്ധിക്കാറുണ്ട്, വലിയ മഹബ്ബത്താന്നാ പറയുന്നത്. പക്ഷെ നിസ്കാരത്തിന്റെ വിഷയത്തിൽ ആ മനുഷ്യന് ശ്രദ്ധയില്ല. നിസ്കാരത്തിന്റെ വിഷയത്തിൽ ആ മനുഷ്യന് ശ്രദ്ധയില്ല. പലപ്പോഴും ഖളാ ആക്കാറുണ്ട്, അല്ലെങ്കിൽ വീഴ്ച വരുത്താറുണ്ട്. സമയബന്ധിതമായി നിസ്കാരം നിർവഹിക്കുന്ന ഒരു രീതി ആ മനുഷ്യനില്ല. എങ്കിൽ ആ മഹബ്ബത്താണ് എന്റെ ഹബീബിനോട് എന്ന് പറയുന്നത്, അത് സമ്പൂർണ്ണല്ല, ഇത് യഥാർത്ഥ മഹബ്ബത്തല്ല. ചെയ്യുന്ന കാര്യങ്ങൾക്ക് കൂലി കിട്ടൂല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല. ഒരു മൗലിദ് അയാൾ കഴിച്ചാൽ, സ്വലാത്ത് ചൊല്ലിയാൽ, മറ്റെന്തെങ്കിലും നന്മകളിൽ ഇഖ്ലാസോടെ പങ്കെടുത്താൽ ചെയ്യുന്ന കാര്യങ്ങൾക്ക് കൂലി കിട്ടൂല, അതിലൊരു നേട്ടം ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റൂല. കാരണം രണ്ടും രണ്ട് അമലുകളാണ്. ആ അമല് എന്ന നിലക്ക് ചെയ്യുന്ന കാര്യത്തിന് ഇഖ്ലാസോടെ നല്ല നിയ്യത്തോടെ ആണെങ്കിൽ അതിന് കൂലി കിട്ടും. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോഴും ഇവിടെ ഇബാദത്തിന്റെയും നിസ്കാരത്തിന്റെയും വിഷയത്തിൽ വീഴ്ചയാണെങ്കിൽ ആ മഹബ്ബത്ത് യഥാർത്ഥ മഹബ്ബത്ത് ആയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതുപോലെ ഒരാൾ നിസ്കാരാദി കാര്യങ്ങളിലൊക്കെ വലിയ ശ്രദ്ധയാണ്, ഒരു വീഴ്ചയില്ല. നിസ്കരിക്കുന്ന വിഷയത്തിലോ മറ്റ് അമലുകളുടെ ഇബാദത്തിന്റെ വിഷയത്തിലോ ഒരു വീഴ്ച ഒരു മനുഷ്യനില്ല, ഒരാൾക്കില്ല. പക്ഷേ റസൂലിനെ മദ്ഹ് പറയുന്നതിനോടും മനാഖിബ് നടത്തുന്നതിനോടും അത്ര താല്പര്യമില്ല. അതിനോടൊക്കെ വെറുപ്പാണ്. ഇതിനോടൊക്കെ ആ മനുഷ്യന് വെറുപ്പാണ്. ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്നൊരു ചിന്താഗതിയാണ്. ആ ഇത്തിബാഉം പരിപൂർണമായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഞാൻ നിസ്കരിക്കുന്നുണ്ട്, 5 വഖത്ത് നിസ്കരിക്കുന്നുണ്ട്, ഒരു വീഴ്ച വരുത്തണില്ല എന്ന് പറയുമ്പോഴും ആ ഇത്തിബാഉം പൂർണ്ണമായിട്ടില്ല. കാരണം യഥാർത്ഥ മഹബ്ബത്ത് എന്തെന്ന് മനസ്സിലാക്കാതെയുള്ള ഇത്തിബാആയി പോയി എന്നാണ്. യഥാർത്ഥ മഹബ്ബത്തുണ്ടെങ്കിൽ യഥാർത്ഥ ഇത്തിബാഅ് വരും. യഥാർത്ഥ ഇത്തിബാഅ് ഉണ്ടെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് യഥാർത്ഥ മഹബ്ബത്ത് ഉണ്ടാകുന്നതാണ്. പരസ്പര പൂരകങ്ങളാണത്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്ത് ഇത് രണ്ടിലും കമാലിയത്തുള്ളവരായിരുന്നു, സമ്പൂർണരായിരുന്നു. യഥാർത്ഥ ഇത്തിബാഇന്റെ ആളുകളായിരുന്നു, ഒപ്പം യഥാർത്ഥ മഹബ്ബത്തിന്റെ ആളുകളായിരുന്നു.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായ വാർത്ത കേട്ടപ്പോ ഒരു സഹാബി അള്ളാഹുവിനോട് ദുആ ചെയ്തു, അള്ളാഹുവിന്റെ റസൂലില്ലാത്ത ദുനിയാവിനെ എനിക്ക് എന്റെ കണ്ണുകൊണ്ട് നീ കാണണ്ട റബ്ബേ, എന്റെ കണ്ണിന്റെ കാഴ്ചശക്തി നീ തിരിച്ചെടുക്കണം. അള്ളാന്റെ റസൂലില്ലാത്ത ദുനിയാവിനെ എനിക്ക് കാണണ്ട, എന്റെ കണ്ണുകളുടെ കാഴ്ചശക്തി റബ്ബേ നീ തിരിച്ചെടുക്കണം. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു സയ്യിദ് റളിയല്ലാഹു തആല അൻഹു ആണ്. ബാങ്കിന്റെ വിഷയത്തിൽ സ്വപ്നം കണ്ട സഹാബിയാണ്. ബാങ്കിന്റെ വിഷയത്തിൽ സ്വപ്നം കണ്ട, ഇന്ന് ലോകത്ത് മുഴുവൻ പള്ളികളിലും നടക്കുന്ന ബാങ്ക് എന്ന സംവിധാനം തുടക്കം കുറിച്ചത് ഈ അബ്ദുല്ലാഹിബ്നു സയ്യിദ് റളിയല്ലാഹു തആല അൻഹു കണ്ട സ്വപ്നത്തിലൂടെയാണ്. ആ സഹാബി അല്ലാഹുവിന്റെ റസൂല് വഫാത്തായ വാർത്ത കേട്ട സമയത്ത് ദുആ ചെയ്യാൻ, അല്ലാഹുമ്മ ഖുദ് ബസരി, പടച്ചോനെ എന്റെ കണ്ണിന്റെ കാഴ്ച നീ തിരിച്ചെടുക്കണം, എനിക്ക് കണ്ണിന് കാഴ്ച വേണ്ട അല്ലാഹ്. ഹത്താ ലാ അറാ അഹദൻ ബഅദ റസൂലില്ലാഹ്, എനിക്ക് ഒരാളെയും കാണണ്ട, ഒന്നിനെയും കാണണ്ട ഈ ദുനിയാവില്. അല്ലാഹുവിന്റെ റസൂലില്ലാത്ത ദുനിയാവിലെ ഒന്നിനെയും എന്റെ കണ്ണുകൊണ്ട് എനിക്ക് കാണണ്ട റബ്ബേ, എന്റെ കണ്ണിന്റെ കാഴ്ചശക്തി നീ തിരിച്ചെടുക്കണം പടച്ചവനെ എന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു സയ്യിദ് റളിയല്ലാഹു തആല. മഹബ്ബത്തിന്റെ, റസൂലിനോടുള്ള മഹബ്ബത്തിന്റെ വേറൊരു തലാണത്. റസൂലില്ലാത്ത ദുനിയാവിനെ എന്റെ കണ്ണുകൊണ്ട് കാണണ്ട, റസൂലിനെ കാണാൻ കഴിയാത്ത കണ്ണുകൊണ്ട് ഇനി എനിക്കൊന്നും കാണണ്ട ഈ ദുനിയാവിൽ. മഹബ്ബത്തിന്റെ മറ്റൊരു തലാണ്. അങ്ങനെ മഹബ്ബത്തിന്റെ വിഷയത്തിൽ ആ തലത്തിലേക്ക് ഉയർന്ന സഹാബത്ത് ഇത്തിബാഇന്റെ വിഷയത്തിൽ അങ്ങനെ തന്നെയാണ്. ഒരു വീഴ്ചയും ഒരു കാര്യത്തിലും വരുത്തിയിട്ടില്ല. അള്ളാന്റെ റസൂലിന് വെറുപ്പുണ്ടാക്കുന്ന ഒരു കാര്യവും, റസൂല് ചെയ്യാൻ പറഞ്ഞ എന്തെങ്കിലും ചെയ്യാതിരിക്കുകയോ ചെയ്യരുത് എന്ന് പറഞ്ഞ മറ്റെന്തെങ്കിലും കാര്യം ചെയ്യുകയോ ചെയ്ത് റസൂലിന്റെ ഏതെങ്കിലും നിലക്കുള്ള, റസൂലിന്റെ അനിഷ്ടമോ വെറുപ്പോ സമ്പാദിക്കുന്ന നിലക്കുള്ള ഒരു പ്രവൃത്തിയും ആ സഹാബത്തിന്റെ ഭാഗത്തുണ്ടായിട്ടില്ല. രണ്ടു വിഷയത്തിലും അവര് സമ്പൂർണരാണ്. ഒരു യാത്രക്കിടക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വുളൂ ചെയ്തു കഴിഞ്ഞപ്പോ ഫജഅലൻ നാസു യഅഖുദൂന മിൻ ഫളി വുളൂഇ, റസൂൽ വുളൂ എടുത്ത് ബാക്കി ഇറ്റ് വീഴുന്ന വെള്ളം റസൂലിന്റെ സഹാബത്ത് ഇങ്ങനെ ശേഖരിക്കാൻ തുടങ്ങി. റസൂൽ വുളൂ എടുക്കാൻ, റസൂലിന്റെ കയ്യിൽ നിന്നും മുഖത്തിൽ നിന്നൊക്കെ ഇറ്റ് വീഴുന്ന വെള്ളം സഹാബത്ത് ശേഖരിക്കാൻ തുടങ്ങി, ചുറ്റുണ്ടായിരുന്ന സഹാബത്ത്. എന്നിട്ടോ ഫയതമസ്സഹൂന ബിഹി, അതവരുടെ ശരീരത്തിലൂടെ, മുഖത്തിലൂടെ അവര് ബർക്കത്തിന് വേണ്ടി തടകാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്താണ്. റസൂല് വുളൂ എടുക്കുന്ന സമയത്ത് ആ ഇറ്റ് വീഴുന്ന വെള്ളം അത് തിക്കും തിരക്കും കൂട്ടിയിട്ട് സഹാബത്ത് ശേഖരിച്ചിട്ട് ബർക്കത്തിനു വേണ്ടി അവരുടെ ശരീരത്തിലൂടെ, അവരുടെ മുഖത്തൂടെ ആ വെള്ളം തടകാണ്. ഏത് സഹാബത്ത്? റസൂലിൽ നിന്ന് ശരിയും തെറ്റും മനസ്സിലാക്കിയ സഹാബത്താണ്. ഏതാണ് ശരി, ഏതാണ് തെറ്റ് മനസ്സിലാക്കിയ സഹാബത്ത്. അത് മഹബ്ബത്തിന്റെ വേറൊരു തലാണ്. ആദ്യം പറഞ്ഞ പോലെ അവിടെ തന്നെ അവർ ഇബാദത്തിന്റെയും നിസ്കാരത്തിന്റെയും വിഷയത്തിൽ ആ വെള്ളം അങ്ങനെ റസൂലിൽ നിന്ന് ശേഖരിച്ചിട്ട്, വുളൂഇന്റെ ബാക്കി വെള്ളം ശേഖരിച്ച് ബർക്കത്തിന് വേണ്ടി ശരീരത്തോടെ തേച്ചിട്ട് വീട്ടിലേക്ക് പോകുമല്ല അവര്. ഇബാദത്തിന്റെ, നിസ്കാരത്തിന്റെ വിഷയത്തിൽ 100% അവര് ഫിറ്റായിരുന്നു. എത്രത്തോളം? നിസ്കാരം ഖളാ ആക്കുന്ന അല്ലെങ്കിൽ നിസ്കരിക്കാത്ത ആളുകൾക്ക് ലഭിക്കാൻ പോകുന്ന അദാബിനെ പറ്റി, ശിക്ഷകളെ പറ്റി അള്ളാന്റെ റസൂല് വഅദ് പറയുമ്പോ ആ സഹാബത്തിന് അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിക്കണില്ലായിരുന്നു. ഒരു മുസ്ലിമായ മനുഷ്യൻ നിസ്കരിക്കാതിരിക്കുന്ന എങ്ങനെയാണ്? നിസ്കരിക്കാത്ത ആളുകൾക്ക് കിട്ടുന്ന അദാബിനെ പറ്റി റസൂല് പറയുമ്പോ ഒരു മുസ്ലിമായ മനുഷ്യൻ എങ്ങനെ നിസ്കരിക്കാതിരിക്കും?
അത് ചിലപ്പോ ആ റസൂൽ ഉദ്ദേശിക്കുന്നത് നിസ്കരിക്കും, പക്ഷെ ആ നിസ്കാരത്തിൽ എന്തെങ്കിലും വീഴ്ചകൾ സംഭവിക്കുന്നവർക്ക് ലഭിക്കുന്ന അദാബിനെ പറ്റിയായിരിക്കും റസൂല് പറയുന്നത്. അങ്ങനെ ആ സഹാബത്തിന് അതിനെ മനസ്സിലാക്കാൻ സാധിക്കണുള്ളൂ. ഒരു മുസ്ലിമായ മനുഷ്യൻ നിസ്കരിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ ആ സഹാബത്തിന് കഴിയണില്ല. അല്ലെങ്കിൽ നിസ്കാരം ഖളാ ആക്കുക മനഃപൂർവ്വം, ജീവിതത്തിന്റെ തിരക്കുകളോ മറ്റോ ഒക്കെ മൂലം നിസ്കാരം ഖളാക്കുക എന്ന് പറഞ്ഞാൽ അത് ആ സഹാബത്തിന് അങ്ങോട്ട് മനസ്സിലാകണ കാര്യമല്ല. അവരുടെ ഒന്നും ജീവിതത്തിൽ അങ്ങനെ ഒന്നില്ല. സമയത്ത് നിസ്കരിക്കാതിരിക്കുക, നിസ്കാരം ഖളാക്കുക, അങ്ങനൊന്നില്ല സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് അവര് ഈ നിസ്കരിക്കാത്തവർക്ക് ലഭിക്കുന്ന അദാബിനെ പറ്റി റസൂല് വഅദ് പറയുമ്പോ പല സഹാബത്തും മനസ്സിലാക്കുന്നത് നിസ്കരിക്കും, നിസ്കാരം പൂർണ്ണമല്ലാത്ത ന്യൂനതകളുള്ള നിസ്കാരം നിസ്കരിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന അദാബായിരിക്കും അത്. അങ്ങനെയാണ് പല സഹാബത്തും മനസ്സിലാക്കിയത്. ആ വിഷയത്തിലൊക്കെ അവര് ഫിറ്റായിരുന്നു. മഹബത്തിന്റെ വേറൊരു തലത്തിലേക്ക് ഉയർന്നു പോയ സഹാബത്ത് ഇത്തിബായിലും അങ്ങനെ തന്നെയാണ്. ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യദ്ഖുലു ബൈത ഉമ്മി സുലൈം ഫയനാമു അലാ ഫിറാശിഹാ വലൈസത ഫീഹി. അനസ് റളിയല്ലാഹു തആല അൻഹു പറയാൻ, ഉമ്മു സുലൈം ബീവിയുടെ വീട്ടിൽ അള്ളാഹുവിന്റെ റസൂൽ ഇടക്ക് ചെല്ലും, എന്നിട്ട് അവരുടെ വീട്ടിൽ അള്ളാന്റെ റസൂൽ കിടന്നുറങ്ങുമായിരുന്നു. ഉമ്മു സുലൈം എന്ന് പറഞ്ഞാൽ അനസ് റളിയല്ലാഹു തആല എന്റെ ഉമ്മയാണ്. എന്റെ ഉമ്മയുടെ വീട്ടിൽ ഇടക്ക് റസൂൽ ചെല്ലും, ഞാനും കൂടെ ഉണ്ടാകും. ചിലപ്പോ ഉമ്മ വീട്ടിലുണ്ടാകൂല, റസൂൽ അവിടെ കിടന്നുറങ്ങും. പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട്. റസൂലിന്റെ മഹ്റമിയത്താണെന്നാണ് ഈ ഉമ്മു സുലൈം ബീവി. വിവാഹബന്ധം ഹറാമായ നിലക്കുള്ള അടുത്ത രക്തബന്ധാണ്. ഒരു ദിവസം അള്ളാഹുവിന്റെ റസൂല് ചെന്നു, കിടന്നുറങ്ങി. ഉമ്മ വന്നു. അനസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഉള്ളിൽ അള്ളാന്റെ റസൂല് കിടന്നുറങ്ങുന്നുണ്ട്. ആ മാതാവ് ഉള്ളിലേക്ക് കടന്നു ചെന്നു. നോക്കുമ്പോൾ കിടന്നുറങ്ങുന്ന റസൂലിന്റെ ശരീരത്തിൽ നിന്ന് പല ഭാഗത്തു നിന്നും വിയർപ്പ് കണങ്ങൾ ധാരാളമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. വിയർപ്പ് കണങ്ങൾ അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ നിലക്കാണ് അള്ളാന്റെ റസൂലിന്റെ ഉറക്കം. ഇന്നത്തെ AC സൗകര്യങ്ങളൊന്നും അന്നത്തെ മദീനയിൽ ഇല്ലല്ലോ. വിയർപ്പ് കണങ്ങൾ ഒലിച്ച് വിരിപ്പിന്റെ ചില ഭാഗങ്ങൾ റസൂലിന്റെ വിയർപ്പ് കൊണ്ട് നനഞ്ഞിട്ടുണ്ട്. അനസ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഉമ്മു സുലൈം ബീവി എന്താണ് ചെയ്തത്? ഫജഅലത് തുനശ്ശിഫു ദാലികൽ അറഖ്. റസൂലിന്റെ ആ വിയർപ്പ് ഉമ്മു സുലൈം ബീവി എന്റെ ഉമ്മ ഒരു ചെറിയ ഒരു തുണിക്കഷണം കൊണ്ട് ഇങ്ങനെ ഒപ്പി എടുത്തു. ഫതഅസിറുഹു ഫീ ഖവാരിരിഹാ. എന്നിട്ട് അതൊരു കുപ്പിയിലേക്ക് പിഴിഞ്ഞ് ശേഖരിക്കാൻ തുടങ്ങി. അതിനു മാത്രം വിയർപ്പ്, ചെറിയൊരു തുണിക്കഷണം കൊണ്ട് അതിങ്ങനെ ഒപ്പി മുഴുവൻ എടുത്തിട്ട് അത് നന്നായി പിഴിഞ്ഞ ഒരു ചെറിയ കുപ്പിയിൽ ശേഖരിക്കാൻ. റസൂൽ ഞെട്ടി ഉണർന്നിട്ട് ചോദിച്ചു, മാ തസ്നഈന യാ ഉമ്മ സുലൈം, ഉമ്മ സുലൈമേ നീ എന്താണ് ചെയ്യുന്നത്? അവര് പറഞ്ഞു, റസൂലേ, റസൂലിന്റെ വിയർപ്പാണിത്, ഇത് സുഗന്ധമാണെന്ന് എനിക്കറിയാം, ഞങ്ങളുടെ സുഗന്ധത്തിന്റെ കൂടെ ഇത് ചേർക്കാനാണ്. നർജു ബറക്കതഹു ലിസ്ബിയാനിനാ. ഇത് ഉപയോഗിക്കലിലൂടെ ഞങ്ങളുടെ മക്കൾക്ക് നബിയെ അങ്ങയുടെ ബറക്കത്ത് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. നർജു ബറക്കത്ത, ഇതിന്റെ ബറക്കത്ത് ഞങ്ങൾ കൊതിക്കുകയാണ് നബിയെ, ലിസ്ബിയാനിനാ, ഞങ്ങളുടെ മക്കൾക്ക്. ബഹുമാനപ്പെട്ട ഉമ്മു സുലൈം ബീവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞതാണ്, റസൂലിനോടുള്ള സ്നേഹം അങ്ങോട്ട് കൂടിയിട്ട് റസൂലിന്റെ ശരീരത്തിൽ നിന്നും പൊടിഞ്ഞു വരുന്ന വിയർപ്പ് കണങ്ങൾ ഒപ്പിയെടുത്തത് ശേഖരിച്ചിട്ട് അത് ബറക്കത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത് അള്ളാന്റെ റസൂലിന്റെ സഹാബത്താണ്. ഏതാണ് ആചാരം, ഏതാണ് അനാചാരം എന്ന് റസൂലിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയ സഹാബത്താണ്. ഇതൊന്നും മനസ്സിലാക്കാത്തവരൊന്നുമല്ലല്ലോ. ഇന്ന് ചിലപ്പോ അതൊക്കെ ശിർക്കാണെന്ന് പറഞ്ഞാൽ, ഇന്നത്തെ കാലഘട്ടത്തിൽ ചിലരെങ്കിലും പറഞ്ഞാൽ അതൊക്കെ ശിർക്കാണെന്ന്. അള്ളാന്റെ റസൂലിന്റെ സഹാബത്ത് അങ്ങനെയായിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അള്ളാന്റെ റസൂൽ ഉപയോഗിച്ചിരുന്ന ഒരു കുപ്പായം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു.
റസൂൽ ഉപയോഗിച്ചൊരു കുപ്പായം ഐഷ ബീവിയുടെ വഫാത്തിന് ശേഷം സ്വന്തം സഹോദരി അസ്മാ ബീവിയുടെ കയ്യിൽ വന്നു. ആ കുപ്പായം റസൂൽ ഉപയോഗിച്ച കുപ്പായമാണ്. ഐഷ ബീവിയുടെ കാലഘട്ട ശേഷം വഫാത്തായി കഴിഞ്ഞപ്പോ സഹോദരി അസ്മാ ബിന്ത് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മറ്റൊരു മകൾ അസ്മാ ബീവിയുടെ അടുക്കൽ വന്നു. അസ്മാ ബീവി പറയുന്നു, വകാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ യൽബസുഹാ, റസൂൽ ധരിച്ചിരുന്ന കുപ്പായമാണിത്. റസൂല് ധരിച്ചിരുന്ന കുപ്പായമാണത്. ഫനഹ്നു നഗ്സിലുഹാ ലിൽ മർളാ യുസ്തശ്ഫാ ബിഹാ, ഞങ്ങളിൽ ആർക്കെങ്കിലും രോഗം പിടിപെടുന്ന സമയത്ത് ഈ വസ്ത്രം നനച്ച് ഞങ്ങളത് പുതപ്പിക്കുമായിരുന്നു. ആ രോഗിയെ ഞങ്ങൾ പുതപ്പിക്കും, അതിലൂടെ ഞങ്ങൾക്ക് ശിഫ ലഭിക്കുമായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട അസ്മാ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നു. റസൂൽ ഉപയോഗിച്ചൊരു കുപ്പായം ഇങ്ങനെ സൂക്ഷിച്ചു വെക്കാൻ ആര്? ഐഷ ബീവി റളിയല്ലാഹു തആല അൻഹ. അതിനുശേഷം സഹോദരി അസ്മാ ബീവി. എന്നിട്ട് അത് എന്താണ്, അതുകൊണ്ട് എന്താ ചെയ്യണത്? നാട്ടിൽ ആർക്കെങ്കിലും അസുഖം വരുമ്പോ ആ വസ്ത്രം അല്പം ഒന്ന് നനച്ചിട്ടൊന്ന് പുതപ്പിച്ചു കൊടുക്കും. മഹബത്തിന്റെ അങ്ങേ അറ്റത്തെ ഒരു വശമാണ്, ഒരു തലമാണത്. റസൂലിൽ നിന്ന് ശിർക്കും കുഫറും കൃത്യമായിട്ട് മനസ്സിലാക്കിയ സഹാബത്തിന്റെ പ്രവൃത്തിയാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യ ഉമ്മു സലമ ബീവിയുടെ അടുക്കൽ റസൂലിന്റെ കുറച്ച് രോമങ്ങൾ, മുടികൾ ഉണ്ടായിരുന്നു. അള്ളാന്റെ റസൂലിന്റെ മുടികൾ ഉണ്ടായിരുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖം പിടിപെട്ടാൽ, റസൂലിന്റെ കാലം കഴിഞ്ഞു, ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖം പിടിപെട്ടാൽ അർസല ഇനാഅൻ ഇലാ ഉമ്മി സലമ, ഉമ്മു സലമ ബീവിയുടെ അടുക്കലേക്ക് ഒരു പാത്രത്തിൽ അല്പം വെള്ളം കൊടുത്തയക്കും. ഫതജ്അലു ഫീഹി തിൽക ശഅറാത്ത്, ഉമ്മു സലമ ബീവി ആ റസൂലിന്റെ മുടി ആ വെള്ളത്തിൽ മുക്കും. വതഗ്സിലുഹാ ഫീഹി, എന്നിട്ട് ആ വെള്ളത്തിലിട്ടൊന്ന് കഴുകും. എന്നിട്ട് ഫതുഈദു, അത് മടക്കി കൊടുക്കും. ഫയശ്റബുഹു സാഹിബുൽ ഇനാ, ആരാണോ പാത്രത്തിലെ വെള്ളവുമായിട്ട് വന്നത് ആ പാത്രത്തിന്റെ ഉടമ ആ വെള്ളം കുടിക്കും. ഔ യഗ്തസിലു ബി, അല്ലെങ്കിൽ അതുകൊണ്ട് മുഖം കഴുകും, ശരീരം കഴുകും. ഇസ്തിശ്ഫാഅൻ ബിഹാ, രോഗശമനം പ്രതീക്ഷിച്ചുകൊണ്ട്. ഫതഹ്സുലു ലഹു ബറകതുഹാ, അതിന്റെ ബറക്കത്ത് ലഭിക്കുമായിരുന്നു, രോഗം സുഖപ്പെടുമായിരുന്നു. ബഹുമാനപ്പെട്ട ഉമ്മു സലമ ബീവി അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയ പത്നിയാണ്. റസൂലിന്റെ മുടി ഇങ്ങനെ പാത്രത്തിലിട്ട്, റസൂലിന്റെ മുടിയാണ് എന്ന് കൃത്യമായിട്ട് സനദുകൾ സഹിതം ഇത് അള്ളാന്റെ റസൂലിന്റെ മുടി തന്നെയാണ് എന്ന് കൃത്യമായി തെളിയിക്കപ്പെട്ടതാണെങ്കിൽ അതിന് ബർക്കത്തുണ്ട്. തെളിയിക്കപ്പെടണമെന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ അകത്ത് ബർക്കത്തുണ്ട്. റസൂലിന്റെ സഹാബത്ത് തന്നെ, റസൂലിന്റെ പ്രിയ ഭക്തി തന്നെ, ഉമ്മു സലമ ബീവി റളിയല്ലാഹു തആല അൻഹ തന്നെ നമുക്ക് ആ മാതൃക നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ്. അത് റസൂലിനോടുള്ള മഹബത്ത് കൂടി വന്നിട്ട് വരുന്ന ഒരു അവസ്ഥയാണത്. അതൊക്കെ റസൂലിനോടുള്ള മഹബത്തിന്റെ ഭാഗം തന്നെയാണ്, കാമിലായ മഹബത്തിന്റെ ഭാഗമാണ്. അതെല്ലാം തീർന്നില്ല. അള്ളാന്റെ റസൂലിന് ഒരു സ്ത്രീ ഒരു പുതപ്പ് ഹദിയ കൊടുത്തു. അള്ളാന്റെ റസൂലിന് വല്ലാതെ ഇഷ്ടായി. റസൂൽ ഒന്ന് പുതച്ചു നോക്കിയത്. സഹാബത്ത് പറഞ്ഞു, കൊള്ളാൻ റസൂലേ എന്ന് പറഞ്ഞു. കൊള്ളാൻ റസൂലേ, റസൂലിന് വല്ലാത്ത ചേർച്ചയാണ്. ഒരു സഹാബി കടന്നു വന്നു. ആ സഹാബിക്ക് ഈ വസ്ത്രം ഇഷ്ടപ്പെട്ടു. അള്ളാന്റെ റസൂലിനോട് ചോദിച്ചു, എനിക്ക് ആ പുതപ്പ് തന്നേക്കുമോ നബിയേ? റസൂൽ അപ്പൊ തന്നെ കൊടുത്തു. എനിക്കത് തന്നേക്കോന്ന് ചോദിച്ചു. അപ്പൊ തന്നെ അള്ളാന്റെ റസൂൽ ആ പുതപ്പ് ആ സഹാബിക്ക് കൊടുത്തു. വല്ലാമഹു അസ്ഹാബു, റസൂൽ പോയി കഴിഞ്ഞപ്പോ മറ്റ് സഹാബത്ത് ഈ സഹാബിയെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. നീ ചെയ്തത് ശരിയായില്ല. ആ സ്ത്രീ അള്ളാന്റെ റസൂലിന് വലിയ സ്നേഹത്തോടെ കൊണ്ടുപോയി കൊടുത്തതാണ്. റസൂലിനത് വല്ലാതെ ഇഷ്ടപ്പെടുകയും ചെയ്തു. റസൂലിനത് ആവശ്യമായിരുന്നു.
റസൂലിന്റെ ആ സമയത്തെ മുഖഭാവം കാണുമ്പോൾ തന്നെ അറിയാം റസൂലിന് വല്ലാതെ ഇഷ്ടപ്പെട്ടു എന്ന്. നിനക്കറിയില്ലേ, റസൂലിനോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ റസൂൽ അത് കൊടുക്കാതിരിക്കില്ല എന്ന് നിനക്കറിയാൻ പാടില്ലേ? പിന്നെ എന്തിനാണ് നീ അത് ചോദിച്ചത് അള്ളാന്റെ റസൂലിനോട്? വല്ലാമഹു അസ്ഹാബു, മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. ഈ സഹാബി മറുപടി പറഞ്ഞത് റജൗതു ബറകതഹാ ഹീന ലബിസഹൻ നബി, അള്ളാന്റെ റസൂൽ പുതച്ച വസ്ത്രമല്ലേ, അള്ളാന്റെ റസൂല് പുതച്ച വസ്ത്രമല്ലേ, അതുകൊണ്ട് അതിന്റെ ബറക്കത്ത് ഞാൻ ആഗ്രഹിച്ചതാണ്. ലഅല്ലി ഉകഫ്ഫനു ഫീഹാ, നാളെ ഞാൻ മരിച്ചു കഴിയുമ്പോ ഈ പുതപ്പിൽ എന്നെ കഫം പൊതിയണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അള്ളാന്റെ റസൂലിന്റെ ശരീരത്തോട് ചേർന്ന് നിന്ന പുതപ്പ്, റസൂല് പുതച്ച പുതപ്പാണ്. ആ പുതപ്പിൽ എന്റെ ശരീരം ഞാൻ മരിച്ചു കഴിയുമ്പോ അതിൽ പൊതിയണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ സഹാബി മറ്റ് സഹാബത്തിനോട് മറുപടി പറഞ്ഞതാണ്, റസൂലിന്റെ ശരീരത്തോട് ചേർന്ന് നിന്ന ആ പുതപ്പ് ഞാൻ മരിക്കുമ്പോ എന്റെ ശരീരത്തോടൊന്ന് പൊതിഞ്ഞ് ചേർന്ന് നിൽക്കണം എന്ന് കൊതിക്കുന്ന അവസ്ഥയിലേക്ക്, മഹബത്തിന്റെ ഏറ്റവും ഉന്നതമായ കമാലിയത്തിലേക്ക് എത്തിയ സഹാബത്താണ് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ. വഫാത്തിനു മുമ്പ് കൂടി നിന്നവരോട് പറഞ്ഞു, ജമൽ യുദ്ധത്തിൽ പരസ്യമായി അലിയാർ തങ്ങൾക്കെതിരെ യുദ്ധത്തിനിറങ്ങിയ വ്യക്തിയാണ് ഞാൻ. ജമൽ യുദ്ധത്തിൽ അലിയാർ തങ്ങൾക്കെതിരെ പരസ്യമായിട്ട് ഞാൻ യുദ്ധം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്റെ ഖബർ ഞാൻ പേടിക്കുകയാണ്. ആയിഷ ബീവിയാണ് പറയുന്നത്, എന്റെ ഖബറിലെ അവസ്ഥ എന്താകുമെന്ന് ഞാൻ പേടിക്കുകയാണ്. എന്നിട്ട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചെയ്തത്, അള്ളാന്റെ റസൂലിന്റെ ഒരു കുപ്പായത്തിന്റെ ഒരു കഷണം ചുറ്റുമുണ്ടായിരുന്ന ആളുകൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു, ഫലഉ ഹാദിഹി അലാ സദ്രി, ഞാൻ മരിച്ചു കഴിയുമ്പോ എന്റെ നെഞ്ചത്ത് നിങ്ങൾ ഈ കുപ്പായത്തിന്റെ കഷണം വെക്കണം. വദ്ഫനൂഹാ മഈ, എന്നിട്ട് അതോടുകൂടെ നിങ്ങൾ എന്നെ ഖബറടക്കണം. ഞാൻ ഖബറിൽ കിടക്കുന്ന സമയത്ത് എന്റെ നെഞ്ചത്ത് അള്ളാന്റെ റസൂലിന്റെ ശരീരത്തോട് ചേർന്ന് നിന്ന ഈ കുപ്പായത്തിന്റെ കഷണം ഉണ്ടാകണം. ലഅല്ലി അൻജു ബിഹാ മിൻ അദാബിൽ ഖബർ, ആ കുപ്പായ കീറിലൂടെ, കീറ് കാരണം, കഷണം കാരണം ഖബറിലെ അദാബിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടേക്കുമല്ലോ. ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയാൻ, അത് കാരണം എന്റെ നെഞ്ചത്തിരിക്കുന്ന അള്ളാന്റെ റസൂലിന്റെ ശരീരത്തോട് തൊട്ട് ചേർന്ന് കിടന്ന ഈ കുപ്പായത്തിന്റെ കഷണം കാരണം അൻജു ലഅല്ലി അൻജു, ഞാൻ രക്ഷപ്പെട്ടേക്കുമല്ലോ മിൻ അദാബിൽ ഖബർ, ഖബറിലെ ശിക്ഷയിൽ നിന്ന്. ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ, ദീനിൽ ആരെങ്കിലും എന്തെങ്കിലും അനാചാരം കൊണ്ടുവന്നാൽ ആ കൊണ്ടുവന്നതിനെയും അവനെയും തള്ളിക്കളഞ്ഞേക്കണം എന്ന ഹദീസ് റിപ്പോർട്ട് ചെയ്ത സഹാബിയത്താണ് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ. തള്ളിക്കളഞ്ഞേക്കണോ ഒക്കെ ദീനിൽ ഇല്ലാത്തത് കൊണ്ടുവന്നാൽ. ആ ആയിഷ ബീവിയാണ്. ഇങ്ങനെ ചില കാര്യങ്ങൾ, ചില യാഥാർത്ഥ്യങ്ങളൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇതൊക്കെ പറഞ്ഞത്. ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ മഹബത്തിന്റെ ഭാഗമാണ്. ഇതൊക്കെ ചെയ്തത് ആരാണ്? റസൂലിൽ നിന്ന് നേരിട്ട് ശുർക്കും കുഫറും നേരിട്ട് പഠിച്ച സഹാബത്താണ്. ആചാരം എന്താണ്, അനാചാരം എന്താണ്, അതൊക്കെ നേരിട്ട് റസൂലിൽ നിന്ന് പഠിച്ച സഹാബത്താണ്. ശരിയും തെറ്റും കൃത്യമായിട്ട് റസൂലിൽ നിന്ന് നേരിട്ട് മനസ്സിലാക്കിയ സഹാബത്ത് ആയിഷ ബീവി അടക്കമുള്ളവരാണ്. ഇതൊക്കെ മഹബത്തിന്റെ കമാലിയത്തിന്റെ അങ്ങേയറ്റത്തെ തലാണതെല്ലാം. അതോടൊപ്പം തന്നെ അവർ ഇത്തിബാഇന്റെ വിഷയത്തിലും അവർ സമ്പൂർണരാണ്. നമുക്കാണ് അവിടെയൊക്കെ നുഖ്സാനിയത്തുള്ളത് ഇത്തിബാഇന്റെ വിഷയത്തിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സഹാബത്തിന് നേരത്തെ പറഞ്ഞല്ലോ, നിസ്കാരത്തിന്റെ അദാബിനെ പറ്റി, നിസ്കരിക്കാത്തവർക്കുള്ള അദാബിനെ പറ്റി പറയുമ്പോ പല സഹാബത്തും മനസ്സിലാക്കിയിരുന്നത് അങ്ങനെ ഒരു മുസ്ലിമിന് നിസ്കരിക്കാൻ പറ്റുമോ, നിസ്കരിക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ നിസ്കരിക്കാത്തവർക്കുള്ള അദാബ് എന്ന് റസൂല് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? നിസ്കരിക്കും, പക്ഷേ ആ നിസ്കാരം പൂർണ്ണമല്ല, പല കുഴപ്പങ്ങളുണ്ട്, പോരായ്മകളുണ്ട്. അങ്ങനെ നിസ്കരിക്കുന്നവർക്കുള്ള അദാബിനെ പറ്റിയായിരിക്കും അത്. അങ്ങനെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. അത്രത്തോളം നിസ്കാരത്തിന്റെ വിഷയത്തിൽ അവർ സമ്പൂർണരായിരുന്നു. ആഴ്ചയിൽ തിങ്കളും വ്യാഴവും 2 ദിവസം നോമ്പ് പിടിക്കാൻ പറഞ്ഞപ്പോ ആഴ്ചയിൽ 7 ദിവസവും നോമ്പ് പിടിക്കാൻ തുടങ്ങിയ സഹാബത്തുണ്ട്. റസൂല് പിടിച്ചു നിർത്തേണ്ടി വന്നു അവരെ.
റസൂല് പറഞ്ഞത് ആഴ്ചയില് തിങ്കളും വ്യാഴവും 2 ദിവസവും നോമ്പ് പിടിക്കാനാണ്. എന്നിട്ട് ചില സഹാബത്ത് തിങ്കളും വ്യാഴവും മാത്രമല്ല 7 ദിവസവും തുടർച്ചയായിട്ട് നോമ്പ് പിടിക്കുന്ന അവസ്ഥയിലേക്ക് എത്താൻ ചില സഹാബത്ത്. അതിന് ഞങ്ങൾ തയ്യാറാണ്. നിങ്ങൾ സദക്ക കൊടുക്കണം എന്ന് പറഞ്ഞപ്പോ സ്വന്തം സമ്പത്ത് മുഴുവനും അള്ളാന്റെ റസൂലിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോയി കൊടുക്കാൻ. 1/3 നിങ്ങൾ വസിയത്ത് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് 1/3 മുഴുവനും വസിയത്ത് ചെയ്യാൻ തയ്യാറാകാൻ സഹാബത്ത്. 1/3 എത്രയാണോ റസൂല് പറയുന്നത് അതിനേക്കാൾ കൂടുതൽ ചെയ്യാൻ, ഇബാദത്തിന്റെ വിഷയത്തിൽ അതിനേക്കാൾ കൂടുതൽ ചെയ്യാൻ തയ്യാറായ സഹാബത്തായിരുന്നു അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ഉണ്ടായിരുന്ന സഹാബത്ത്. ഇത്തിബാഇന്റെ വിഷയത്തിൽ അവർ സമ്പൂർണരാണ്, ഒരു കുറവും അവർക്കില്ല. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താണോ അവരോട് പറഞ്ഞിട്ടുള്ളത് അത് അതുപോലെ ചെയ്യാൻ. രാത്രി തഹജ്ജുദ് ഉറങ്ങിയതിന് ശേഷം തഹജ്ജുദ് നിങ്ങൾ നിസ്കരിക്കണം എന്ന് പറയുമ്പോ രാത്രി ഉറങ്ങാതെ രാത്രി മുഴുവനും നിസ്കാരത്തിലായിട്ട് കഴിഞ്ഞുകൂടാൻ ചില സഹാബത്ത് തീരുമാനം എടുത്തവരുണ്ട്. ഇനി ഉറക്കം വേണ്ട, റസൂല് പറഞ്ഞത് ഉറങ്ങിയിട്ട് നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കുക എന്ന് പറഞ്ഞേ. ചില സഹാബത്ത് ഇനി ഉറക്കേ വേണ്ട, രാത്രി ഫുൾ ഇബാദത്തായി നിസ്കാരായിട്ട് കഴിഞ്ഞുകൂടാം, എല്ലാ പകലും നോമ്പ് പിടിക്കുകയാണ് ഞങ്ങൾ, അങ്ങനെ തീരുമാനം എടുത്ത സഹാബത്താണ്. എന്നിട്ട് അവരെയൊക്കെ റസൂൽ അങ്ങനെ വേണ്ട, ഞാൻ പറഞ്ഞത് മതി എന്ന് പറഞ്ഞ് റസൂല് പറഞ്ഞ ആ ദീനിന്റെ ശരിയായ രീതിയും മുത്തവസ്സിത്തായ മാർഗവും ഏതാണോ അതിൽ പിടിച്ചു നിർത്തേണ്ടി വന്നിട്ടുണ്ട് പല സഹാബത്തിനെയും. അത്രത്തോളം ഇത്തിബാഇന്റെ വിഷയത്തിൽ ജാഗ്രതയുള്ളവരായിരുന്നു അള്ളാന്റെ റസൂലിന്റെ സഹാബത്ത്. പരിശുദ്ധമായ ദീനിന്റെ ആഭ്യന്തരമായ ഒരു ആഭ്യന്തര ചർച്ചയ്ക്ക് വേണ്ടി ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പോകുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്നവര് പറഞ്ഞു, അങ്ങയുടെ വസ്ത്രധാരണ രീതി, ഈ രീതി മറുപക്ഷത്തെ പ്രകോപിതരാക്കും, അതുകൊണ്ട് അങ്ങ് ഈ വസ്ത്രമൊന്ന് താഴ്ത്തി ഉടുക്കണം. ഇത് ശരിയല്ല, അങ്ങ് വസ്ത്രമൊന്ന് താഴ്ത്തി ഉടുത്താൽ മറുപക്ഷത്തിന് അത് സന്തോഷമാകും, നമ്മുടെ ചർച്ച വിജയിക്കാൻ അത് കാരണമാകും. ഇങ്ങനെ പൊക്കിയെടുത്താൽ അത് മറുപക്ഷം പ്രകോപിതരാകും, അവർക്ക് ഇഷ്ടമല്ലാത്ത രീതിയാണത്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് കൂടെ ഉണ്ടായിരുന്നവർ ചർച്ചയ്ക്ക് മുമ്പ് പറഞ്ഞപ്പോ ഉസ്മാൻ തങ്ങൾ പറഞ്ഞു, ഹാകദാ കാനത് ഇസ്റതു സാഹിബി, എന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വസ്ത്രം ധരിച്ചിരുന്നത് ഇങ്ങനെയാണ്, ഇതല്ലാതെ മറ്റൊന്നും സ്വീകരിക്കാൻ ഞാൻ തയ്യാറല്ല. അങ്ങനെ വസ്ത്രം ഉയർത്തിയാണ്, ഞെരിയാണിക്ക് മുകളിൽ ഉയർത്തിയാണ് എന്റെ ഹബീബ് വസ്ത്രം എടുത്ത് എന്നെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അങ്ങനെ എനിക്ക് വസ്ത്രം എടുക്കാൻ കഴിയൂ, എന്തൊക്കെ സംഭവിച്ചാലും ശരി. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പറയാം, തബൂക്ക് യുദ്ധത്തിന്റെ സമയത്ത് ചില ആളുകൾ ആ യുദ്ധത്തിൽ നിർബന്ധമായിട്ടും പങ്കെടുക്കണമെന്ന റസൂലിന്റെ നിർദ്ദേശത്തിൽ നിന്ന് പിന്മാറിയിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കാതിരുന്ന ചില ആളുകളുണ്ട്. നട്ടുച്ച സമയത്ത് അതല്ലെങ്കിൽ അതിശക്തമായ വേനലിന്റെ സമയത്ത് നടക്കുന്ന യുദ്ധാണ്. യുദ്ധം കഴിഞ്ഞ് റസൂല് മടങ്ങി വന്നു. പങ്കെടുക്കാത്ത, യുദ്ധത്തിൽ വരാത്ത ഓരോരുത്തരെയും വിളിച്ചു വിചാരണ ചെയ്യാൻ തുടങ്ങി. കപടവിശ്വാസികളായ ആളുകൾ റസൂലിനോട് ഇല്ലാ കഥകൾ പറഞ്ഞ് രക്ഷപ്പെട്ടു. റസൂലിന്റെ മുന്നിൽ വന്നിട്ട് ഇന്ന തടസ്സം ഉണ്ടായിരുന്നു, മറ്റു തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. കപടവിശ്വാസികൾ, മുനാഫിഖുകൾ ഇല്ലാ കഥകൾ കെട്ടിച്ചമച്ച് പറഞ്ഞിട്ട് അള്ളാന്റെ റസൂലിന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷേ 3 സഹാബത്ത്, അവർ ഒറിജിനൽ സഹാബത്താണ്, ഒറിജിനൽ ഈമാനിന്റെ ആളുകളാണ്. അവർ അള്ളാന്റെ റസൂലിന്റെ മുന്നിൽ വന്നു. ചോദ്യം ചെയ്തപ്പോൾ അവർ പറഞ്ഞു, റസൂലേ, ഞങ്ങൾക്ക് ഒരു കാരണവും അങ്ങയുടെ മുന്നിൽ പറയാനില്ല, ഒരു തടസ്സവും ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. വിളവെടുപ്പിന്റെ, കൃഷിയുടെ വിളവെടുപ്പിന്റെ സമയമായതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടു പോയി. അതുകൊണ്ട് നബിയെ തയ്യാറെടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് വരാൻ സാധിക്കാതിരുന്നത്. ഉള്ളതുപോലെ തന്നെ അള്ളാന്റെ റസൂലിന്റെ മുന്നിൽ പറയാണ്. റസൂൽ ഒറ്റപ്പെടുത്തിയവരെ ദിവസങ്ങളോളം, മാസങ്ങളോളം ഉപരോധം ഏർപ്പെടുത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. ആ സഹാബത്തിന് വേണമെങ്കിൽ അള്ളാന്റെ റസൂലിന്റെ മുന്നിൽ മറ്റുള്ളവർ പറഞ്ഞ് മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് രക്ഷപ്പെട്ടതുപോലെ രക്ഷപ്പെടാം. പക്ഷേ
ജീവിതത്തിൽ സത്യമല്ലാത്തത് പറഞ്ഞേക്കല്ല നിങ്ങൾ. കളവ് നിങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടരുത്. ജീവൻ പോയാലും കദിബ്, കളവ് നിങ്ങൾ പറഞ്ഞേക്കല്ലേ എന്ന് പഠിപ്പിച്ച അള്ളാന്റെ റസൂലിന്റെ മുന്നിൽ നിന്നിട്ട് കളവ് പറയാൻ ആ സഹാബത്തിന് സാധിക്കില്ല. അത്രത്തോളം റസൂലിനെ എല്ലാ കാര്യങ്ങളിലും സമ്പൂർണമായി പൂർണ്ണമായി കമാലിയത്തോടെ ഇത്തിബാ ചെയ്ത സഹാബത്താണ്. മഹബത്തിലും കമാലിയത്താണ്, ഇത്തിബായിലും കമാലിയത്താണ്. നമ്മൾ എവിടെയെന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. ഞാനും നിങ്ങളും എവിടെയാന്നുള്ളത്. ഇന്ന് സുബഹ് നിസ്കരിക്കാത്തവർ ഈ കൂട്ടത്തിൽ ഉണ്ടാകൂലേ? പരിശോധിച്ചു നോക്ക്. ഇന്നത്തെ ദിവസം സുബഹ് നിസ്കരിക്കാത്തവർ ഈ കൂട്ടത്തിൽ ഉണ്ടാകൂലേ? സ്വയം പരിശോധിക്കുക. റബീഉൽ അവ്വലൊക്കെ ഇങ്ങനെ കടന്നു വന്നിങ്ങനെ കടന്നു പോകുമ്പോ എത്രയോ റബീഉൽ അവ്വലുകൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ കടന്നു പോയിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാണ്? വെറുതെ ഇങ്ങനെ ഒരു കൊടി പിടിക്കാനും ഒരു മൗലൂദ് ചൊല്ലാനും മാത്രമാണെന്ന് നമ്മൾ മനസ്സിലാക്കരുത്. മഹബത്തിൽ നമുക്ക് പോരായ്മ ഉണ്ടെങ്കിൽ അത് തിരുത്താൻ, ഇത്തിബായിൽ നമുക്ക് പോരായ്മ വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ, അതിനു വേണ്ടിയാണ്. നാളെ അള്ളാന്റെ റസൂലിനോടൊപ്പം സ്വർഗം പൂകണം എന്ന് ദുആ ചെയ്യുന്നവരാണ് നമ്മൾ. അതിനുള്ള അർഹത നമ്മൾ നേടിയെടുക്കണമല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, നമ്മൾ ഓരോരുത്തരും ഈ വിഷയത്തിൽ വിശുദ്ധ റബീഉൽ അവ്വൽ വിട പറയാണ്. ഇന്ന് അവസാനത്തെ ദിവസമാണ്. ഈ വിഷയത്തിൽ മഹബത്തിന്റെ വിഷയത്തിലും ഇത്തിബാഇന്റെ വിഷയത്തിലും ഒരു ആത്മപരിശോധന നാം ഓരോരുത്തരും നടത്തണം. ആദ്യമായി ഞാനും അതുപോലെ നിങ്ങളും ആ വിഷയത്തിൽ നടത്തണമെന്ന് ഉണർത്തിക്കൊണ്ട് വസിയത്ത് ചെയ്തുകൊണ്ട്, പോരായ്മകൾ ഉണ്ടെങ്കിൽ അതൊക്കെ തിരുത്താനുള്ള ഒരു പ്രതിജ്ഞയും ദൃഢനിശ്ചയവും ഈ വെള്ളിയാഴ്ചയുടെ ഈ സമയം നമ്മൾ കൈക്കൊള്ളണം എന്ന് ഉണർത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നമുക്ക് അല്ലാഹു തൗഫീഖ് പ്രദാനിക്കട്ടെ. ആമീൻ ബിറഹ്മതിക.